ഇനി നമ്മൾ ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ലാസസ് ഇൻ ക്യാപിറ്റലിസം ആൻഡ് പ്രീ ക്യാപിറ്റലിസം എന്നുള്ള സങ്കല്പം. ഇപ്പോൾ മുതലാളിത്തം ആവിഷ്കരിക്കുന്നത് രണ്ട് വർഗങ്ങളുടെ ഉയർച്ചയാണ്. ഉൽപ്പാദനോപാധികളുടെ നിയന്ത്രണവും ഉടമസ്ഥതയുമുള്ള ഉടമവർഗവും ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥതയൊന്നുമില്ലാത്ത അധ്വാനം മാത്രം സ്വന്തമായിട്ടുള്ള തൊഴിലാളി വർഗം. ഇപ്പോൾ മുതലാളിത്തത്തിൻ്റെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് അസമത്വമാണ്. ഇപ്പോൾ ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത, സാമ്പത്തികവും സാമൂഹികവുമായ ചൂഷണം, ഇതൊക്കെ മുതലാളിത്തത്തിൻ്റെ മുഖ്യ സവിശേഷതകളാണ്. മുതലാളിത്തം സാമ്പത്തിക സാമൂഹിക ചൂഷണത്തിനുള്ള ഒരു ഉപകരണമാണ് എന്നാണ് മാർക്സ് പറയുന്നത്. അപ്പോൾ മുതലാളിത്തം നിലവിൽ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രകൃതിയിലുള്ള ഉൽപ്പാദനം, അതായത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം, പിന്നെ സ്ലേവറി സിസ്റ്റം, അപ്പോൾ ആ അടിമകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പാദന ക്രമം, അത് കഴിഞ്ഞ് ഫ്യൂഡൽ ഉൽപ്പാദന ക്രമം, അതിനുശേഷമാണ് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് മുതലാളിത്ത ഉൽപ്പാദന ക്രമം നിലവിൽ വരുന്നത്. അപ്പോൾ പ്രാകൃത സമൂഹത്തിൽ പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. പ്രകൃതി വിഭവങ്ങളുടെ കൂട്ടായ ഉടമസ്ഥതയും കൂട്ടായ ജീവിതമായിരുന്നു നിലനിന്നിരുന്നത്. അടിമത്ത വ്യവസ്ഥ നിലവിൽ വന്നതോടെ സ്വകാര്യ സ്വത്ത് ഉടമസ്ഥതയും നിലവിൽ വന്നു. അടിമകൾ, ഉടമകൾ എന്ന രണ്ട് തരം വർഗ്ഗങ്ങൾ ഉടലെടുത്തു. ഏതാണ്ട് അവികസിതമായ മുതലാളിത്ത വ്യവസ്ഥിതിയെ പോലെയായിരുന്നു അതും. മനുഷ്യ സമ്പത്തിൻ്റെ പരിവർത്തനം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു കാലഘട്ടമായിരുന്നു അടിമത്വം എന്ന് പറയുന്നത്. അടിമകൾ മനുഷ്യരായിരുന്നെങ്കിലും മാനുഷികമായ യാതൊരുവിധ അവകാശങ്ങളും അനുഭവിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അടിമകൾ കാശ് കൊടുത്തു വാങ്ങുന്ന ഒരു ചരക്ക് ആയിരുന്നു. ഫ്യൂഡൽ ഉൽപ്പാദന രീതി നിലവിൽ വന്നത് അടിമത്ത സമ്പ്രദായം തകർന്നതിന് ശേഷമാണ്. ഫ്യൂഡലിസ്റ്റ് ഉൽപ്പാദന രീതിയിൽ ഭൂവുടമയ്ക്ക് കുടിയന്മാരുപയോഗിച്ച് കാർഷിക ഉൽപ്പാദനം നടത്താനും മറ്റു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും സാധിച്ചിരുന്നു. അവിടെയും ഭൂവുടമകൾ, കുടിയാന്മാർ എന്നീ രണ്ട് വർഗ്ഗങ്ങൾ ഉയർന്നു വന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: മുതലാളിത്തം നിലവിൽ വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലും സമൂഹത്തിലും വിവിധ തരത്തിലുള്ള വർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി അഥവാ പ്രാകൃത കമ്മ്യൂണിസ്റ്റ് സമൂഹം വർഗരഹിതമായ സമൂഹമായിരുന്നുവെന്ന് മാർക്സ് അഭിപ്രായപ്പെടുന്നു. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ പൂർവ്വ മുതലാളിത്ത സമൂഹത്തിൽ പ്രീ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വ്യത്യസ്തമായ സാമൂഹിക സാമ്പത്തികമായ അവസ്ഥയാണ് അവിടെ നിലനിന്നിരുന്നതെന്നാണ്. ഇവിടുത്തെ സാമൂഹിക മൂല്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. സമൂഹത്തിൻ്റെ കൂട്ടായ ആവശ്യങ്ങളെയും കൂട്ടായ ജീവിതത്തെയും ലക്ഷ്യമാക്കിയുള്ള മൂല്യവ്യവസ്ഥയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. പിന്നെ മാർക്സ് അവതരിപ്പിക്കുന്ന മറ്റൊരാശയമാണ് ഐഡിയോളജിക്കൽ ക്ലാസ് എന്നുള്ളത്. അപ്പോൾ ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന വർഗീകരണം കൂടി മാർക്സ് അവതരിപ്പിച്ചു. ഈ വർഗം മറ്റു വർഗങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു. ഇത് ഭരണവർഗത്തെയും ബുദ്ധിജീവി വർഗത്തെയുമാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഡോക്ടർമാർ, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ, പ്രൊഫസർമാർ, എഴുത്തുകാർ, പുരോഹിതർ എന്നിവരാണ് ഈ ഐഡിയോളജിക്കൽ പ്രതിനിധികൾ. അപ്പോൾ ഈ ഐഡിയോളജിക്കൽ ക്ലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധ്യവർഗത്തിൻ്റെ മുഖ്യ പ്രഭാഷകരുമായി രംഗത്ത് വന്നവരാണ്. അവരെ മധ്യവർഗത്തിൻ്റെ വെൽവിഷേഴ്സായിട്ടാണ് മാർക്സ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ബുദ്ധിജീവികളും മുതലാളിത്ത വർഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരുന്ന ചില ബുദ്ധിജീവികളെയും അവരുടെ പ്രവർത്തന രീതികളെയും ഒക്കെ മാർക്സ് വിശദമായി വിശകലനം ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് ക്ലാസ് സ്ട്രക്ചർ എന്നുള്ളത്. ഇപ്പോൾ മാർക്സ് പറയുന്നത് സമൂഹത്തിനൊരു വർഗ്ഗഘടനയുണ്ട്, അതുപോലെ തന്നെ ഒരു സൈദ്ധാന്തികമായ രീതിയുമുണ്ട്. ഇത് ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥത, ഉൽപ്പാദന അവസ്ഥകൾ, അവ നേരിടുന്ന അവയുമായി ബന്ധമുള്ള നേരിട്ടുള്ള ബന്ധം എന്നിവയിലേക്ക് വെളിച്ചം വീശുന്നു എന്നാണ്. എല്ലാ വർഗ സമൂഹങ്ങളുടെയും ഒരു പ്രാഥമികമായ സവിശേഷത ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. ഇത് നിലനിൽക്കുന്ന ഒരു വർഗഘടനയാണ് സമൂഹത്തിന് ഉണ്ടായിരിക്കുക. ഇവിടെ മോഡൽ എന്ന പദം സൂചിപ്പിക്കുന്നത് ഒരു കൂട്ടം മാർഗങ്ങളെക്കുറിച്ചും അവരുടെ അനുഭവസിദ്ധമായ യാഥാർത്ഥ്യങ്ങളിലേക്കുമാണ്. ഈ മോഡൽ വർഗാധിഷ്ഠിതമായ ഉൽപ്പാദന രീതിയുടെ അടിസ്ഥാന ഘടകങ്ങളിലേക്ക് കൂടി നമുക്ക് എന്ത് ചെയ്യുന്നു, വെളിച്ചം വീശുന്നു എന്ന് പറയും. ഇപ്പോൾ വർഗ സമൂഹത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത ഉൽപ്പാദന പ്രവർത്തനങ്ങളും അതിൻ്റെ വിവിധ ഭാഗങ്ങളും അവ തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധവുമാണ്. ഇപ്പോൾ ഉൽപ്പാദന പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബന്ധങ്ങളും എങ്ങനെയാണ് സമൂഹത്തെയും സാമൂഹിക സാമ്പത്തിക ജീവിതത്തെയും ബാധിക്കുന്നത് എന്ന കാര്യം വളരെ പ്രധാനമാണ്. ഇപ്പോൾ മിച്ചോൽപാദനത്തിലൂടെ
ഉൽപ്പാദകർ നേരിട്ട് അവരുടെ ഉപജീവനത്തിന് ആവശ്യമായ വരുമാനവും മറ്റും കണ്ടെത്തുന്നു. മിച്ചമൂല്യവും ഉടമകൾ നേരിട്ട് അനുഭവിക്കുന്നു. തൊഴിലാളികൾക്ക് മിച്ചമൂല്യത്തിൻ്റെ പങ്ക് ലഭിക്കുന്നില്ല. കാരണം അവർക്ക് ഉൽപ്പാദനോപാധികൾ യാതൊരുവിധ ഉടമസ്ഥതയുമില്ല. ഉൽപ്പാദനോപാധികളുടെ ഉടമകളായ മുതലാളിമാർ അന്യവൽക്കരണത്തിലൂടെ തൊഴിലാളികളെ ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥതയിൽ നിന്നും പുറത്താക്കുന്നു. അതോടെ തൊഴിലാളികൾക്ക് അവരുടെ അധ്വാനം മാത്രം സ്വന്തമായിട്ടുള്ള എന്നൊരവസ്ഥ എത്തിച്ചേരുന്നു. ആ അധ്വാനത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ് കൂലി. അതോടെ വർഗസമൂഹം ഉള്ളവരില്ലാത്തവരെന്ന രണ്ട് വർഗമായി മാറുന്നു എന്നാണ് മാർക്സ് അഭിപ്രായപ്പെടുന്നത്. തൊഴിലാളികൾ വലിയ രീതിയിൽ ചൂഷണത്തിന് വിധേയരാകുന്നു. ഒരു ചൂഷകവർഗം ശക്തിപ്പെടുന്നു. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അധ്വാനത്തിലൂടെയാണ്. ഒരു ഉൽപ്പന്നത്തിന് മൂല്യമുണ്ടാക്കുന്നതും അധ്വാനമാണ്. എന്നാൽ മുതലാളിത്ത വർഗ സമൂഹത്തിൽ തൊഴിലാളികൾക്ക് അർഹിക്കുന്ന പരിഗണന പലപ്പോഴും ലഭിക്കുന്നില്ല. മുതലാളിത്ത സമൂഹത്തിൽ മാത്രമല്ല, എല്ലാ വർഗ സമൂഹങ്ങളിലും ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥയിൽ നിന്നും തൊഴിലാളികളെ ഒഴിവാക്കിയിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും. അവർക്ക് അതിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നു എന്ന് കാണാൻ കഴിയും. തൊഴിലാളികൾ നേരിട്ട് ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവിടെ രണ്ട് തരം വർഗ്ഗങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒന്ന്, ക്ലാസ് ഓഫ് ഡയറക്റ്റ് പ്രൊഡ്യൂസേഴ്സും, രണ്ട്, ക്ലാസ് ഓഫ് ദി ഓണേഴ്സ് ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാകുന്ന വർഗവും തൊഴിലാളികളാണ്. അവർ ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥതയുള്ള വർഗം, അതായത് ഉടമകൾ. ഇതിനെ വർഗ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയുടെ രൂപീകരണ മാതൃക എന്നുള്ള രീതിയിലാണ് മാർക്സ് വിളിക്കുന്നത്. വർഗ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയുടെ രൂപീകരണ മാതൃക, ഡൈക്കോറ്റോമിക് മോഡൽ എന്നാണ് അതിനെ അദ്ദേഹം വിളിക്കുന്നത്. ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്ന തൊഴിലാളി വർഗം ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥതയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രരായ തൊഴിലാളികളെ ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുകയാണ് മുതലാളിമാർ ചെയ്യുന്നത്. ഈ ഒരു വീക്ഷണമാണ് മാർക്സിൻ്റെ സാമൂഹിക വിശകലന രീതിയുടെ ഒരു മുഖ്യ സവിശേഷത. മാർക്സിൻ്റെ വീക്ഷണത്തിൽ ഇത് വളരെ ശക്തമായി ഇത്തരം ആശയങ്ങൾ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. മാർക്സ് സാമൂഹിക ശ്രേണീകരണത്തെയും സാമൂഹിക വിഭജന സംവിധാനങ്ങളും അതിൻ്റെ സങ്കീർണതകളൊക്കെ വളരെ വിശദമായി അദ്ദേഹം പഠനം നടത്തുകയുണ്ടായി. അപ്പോൾ തൊഴിലാളി വർഗം, മധ്യവർഗം എങ്ങനെ സമൂഹത്തെ അദ്ദേഹം തരംതിരിച്ച് സമൂഹത്തിലെ വർഗ ശ്രേണീകരണത്തിൻ്റെ സങ്കീർണതയെക്കുറിച്ച് വളരെ വിപുലമായ ഒരു പഠനത്തിന് അദ്ദേഹം മുതിർന്നിരുന്നു. എന്നാൽ അദ്ദേഹം അതിൻ്റെ സങ്കീർണത വളരെ കുറച്ച് കാണിച്ചു എന്നുള്ളതാണ് വിമർശകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ സമൂഹത്തിൻ്റെ സാമ്പത്തിക ഘടനയുടെ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന രണ്ട് വർഗത്തെക്കുറിച്ച് മാത്രമേ മാർക്സ് പ്രധാനമായിട്ടും പരാമർശിക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ വരുന്ന മറ്റ് അനേകം ഘടകങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവഗണിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വിമർശകർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. വർഗസിദ്ധാന്തം, വർഗരൂപീകരണം, വർഗസമരം, ചൂഷണം, ദാരിദ്ര്യം, അന്യവൽക്കരണം, സാമൂഹിക മാറ്റം എന്നീ സങ്കല്പങ്ങളെക്കുറിച്ച് വളരെയധികം സംഭാവനകൾ മാർക്സ് നൽകിയിട്ടുണ്ട്. വർഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വർഗസമരം എന്നിവയാണ് മാർക്സിൻ്റെ ദർശനത്തിൻ്റെ കേന്ദ്ര ആശയം. അതുകൊണ്ട് തന്നെ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം എന്നത് വർഗസമരത്തിൻ്റെ ചരിത്രമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വർഗസമരം എല്ലാ സമൂഹത്തിലും ഉണ്ടായിരുന്നു. മാർക്സിയൻ ചിന്തകർ വർഗസംഘടനത്തിൻ്റെ പ്രാധാന്യം, അതിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു വിശകലന രീതിയാണ് മാർക്സിയൻ ചരിത്രകാരന്മാരും സാമൂഹ്യ ശാസ്ത്രകാരന്മാരും ഒക്കെ തന്നെ ഉപയോഗിച്ചത്. മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് ധാരാളം അവസരങ്ങളുണ്ട്. വിവിധങ്ങളായിട്ടുള്ള വർഗ്ഗങ്ങൾ തമ്മിലുള്ള പരസ്പരാശ്രയത്വം, അവരുടെ സാമൂഹികമായ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽ അത് കൂടുതൽ ഊന്നൽ നൽകുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിലെ മധ്യത്തോടു കൂടിയും അതിനുശേഷവും വലിയ രീതിയിലുള്ള ഗൗരവമായ രാഷ്ട്രീയ സംഘടനകൾ മുതലാളിത്ത സമൂഹത്തിൽ ഉണ്ടാവുകയോ ചെയ്തില്ല. ഇപ്പോൾ കൂലി തൊഴിലാളികൾ, മുതലാളിമാർ, ഭൂവുടമകൾ എന്നിവരാണ് ആധുനിക സമൂഹത്തിലെ പ്രധാനപ്പെട്ട 3 വർഗ്ഗങ്ങൾ. എന്നാൽ ഇംഗ്ലണ്ടിൽ മുതലാളിത്ത വർഗം എന്ന വിഭാഗം ഏറെ പുരോഗതി കൈവരിച്ചിരിക്കുന്നു. എന്നാൽ സമൂഹത്തിലെ വർഗീകരണം അതിനെ മാർക്സ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വർഗ സംഘർഷങ്ങളിലേക്ക് ആധുനിക സമൂഹം പോയില്ല. അതിനു മുമ്പേ തന്നെ അത്തരം സമൂഹങ്ങളിലെല്ലാം സോളിഡാരിറ്റി മൂവ്മെൻറ്റുകൾ ശക്തിപ്പെടുകയും ബദൽ സംവിധാനങ്ങൾ നിലവിൽ വരികയും ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.